അതുകൊണ്ട് ഈ ഇടവകയുടേതാകുന്ന സ്നേഹവും ബഹുമാനവും ആദരവുമില്ല പ്രകടിപ്പിക്കുന്ന അവസരമായിട്ട് സ്നേഹിച്ചു അണിയിച്ച് ആദരിക്കുന്നതാണ്. നമ്മുടെ പരിശുദ്ധപിതാവ് കഴിഞ്ഞ വ്യാഴാഴ്ച 79 വയസ്സ് പൂർത്തിയാക്കിയെന്നുള്ളത് നിങ്ങൾ പത്രദ്വാര അറിഞ്ഞു. നമുക്ക് ഇന്ന് സന്തോഷിക്കുവാൻ പറ്റുമാണ്. 79 വയസ്സ്. 89 വയസ്സിന്റെ പ്രതീകമായിട്ട് 89 പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പൂജന് ഈ വർഷത്തെ സൺഡേ സ്കൂൾ വിജ്ഞാനിയും ഈ സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ ജോൺസി മോൾ ജോയി പരിശുദ്ധ പിതാവിന് നൽകുന്നതാണ്. ആഗ്രഹത്തെ പ്രതി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ അത് ഏൽപ്പിക്കുകയും ഈ സമയം തിരുമേനിയെ കണ്ടിട്ടില്ലാത്ത കാർപ്പന്ററായ അശോകൻ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചുകൊണ്ട് കൊത്തിയെടുത്ത ഈ മനോഹരമായ ശില്പം ഏകതയിൽ കടലെടുത്ത ശില്പം അശോകന് വേണ്ടി ഈ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട സാക്രിയാച്ചൻ ഈ സമയം താഴെ പറയുന്നത് എത്രയും പേര് കടന്നു വരണം എന്നുള്ള തീരുമാനം ഇപ്പോൾ കൊണ്ട് നൽകുന്നതായിരിക്കും. തോമസ് ഈ പള്ളിയുടെ ഡിസൈൻ എഞ്ചിനീയറായിട്ട് സേവനമനുഷ്ഠിച്ച ബിജുവിന് ഇപ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവ് ഉപഹാരം നൽകുന്നതാണ്. ജോസ് കെ മാത്യു നമ്മുടെ ഇതിന്റെ എഞ്ചിനീയർ ബഹുമാനപ്പെട്ട തോമസ് പണികൾ നടത്തിയ സത്യരാജ് ഇടയിട്ട് കൊടുത്ത് ഈ മനോഹരമായ ദേവാലയം ഇപ്രകാരം ചമച്ചത് ദേവാലയ ശില്പി എന്ന പേര് കൊടുത്തിരിക്കുന്ന സത്യരാജ്. അടുത്തതായി നമ്മുടെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന്റെ കൺവീനറായി സേവനമനുഷ്ഠിച്ചത് നമ്മുടെ ഏറ്റവും സീനിയർ മെമ്പർ കൂടിയായ ശ്രീ സി പി ജോർജ് അവരാണ്. അദ്ദേഹത്തിന് ഈ ഇടവകയുടെ ഉപഹാരമായിട്ട് ഭാവാദിനോട് ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. ഈ ദേവാലയ പണിയുടെ ആരംഭത്തിനുള്ള ആരംഭത്തിൽ എടുത്ത വ്യക്തി ശ്രീ ജോസ് എബ്രഹാം ഇതിന്റെ സെക്രട്ടറിയായിട്ട് കൺസ്ട്രക്ഷൻ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ചു. ജോസ് എബ്രഹാമിന് ഇപ്പോൾ സമ്മാനം നമ്മുടെ ഈ പണികൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ ട്രസ്റ്റി ശ്രീ മാത്യു ജോബ് അവർ ഉത്തരമായ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് പരിശുദ്ധവാദിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ ഈ ദേവാലയത്തിന്റെ സെക്രട്ടറിയായി സുദീർഘമായ സേവനമനുഷ്ഠിച്ച എന്ന ചെറുപ്പക്കാരൻ പരിശുദ്ധ ബാബാദിനത്തിൽ നിന്നും മെമ്പർ സ്വീകരിക്കുന്നതാണ്. ഈ പണികൾക്ക് നേതൃത്വം വഹിച്ച സൂപ്പർവൈസറായ തോമസ് ആണ് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. ബാബാദിനത്തിൽ നിന്നും അദ്ദേഹം സമ്മാനം സ്വീകരിക്കുന്നതാണ്. ഈ ദേവാലയ നിർമ്മിതിക്കായിട്ട് 6 പേര് ഗവൺമെന്റ് ആയിട്ട് പ്രവർത്തിച്ചു. അവരെല്ലാം ഈ സമയത്ത് ചെറിയ മെമ്മോ കൊടുത്ത്
ബാബാജിന്റെ ആദരിക്കുക. ശ്രീ ജേക്കബ് സ്വാമി മീൻചിറയിൽ ഡോക്ടർ പി എം അബ്ബാസ് കുഞ്ഞിക്കാവ് മറ്റത്തിൽ എം പി കോട്ടൻ വടക്കേതിൽ വി എം ന്യൂസ് വടക്കേതിൽ റോയൽ മാത്യു വട്ടത്തിൽ നമ്മുടെ ഈ പണികളുടെ എല്ലാം ആശാരി, മൂശാരി, കല്ലരും, പ്ലംബറും, ഇലക്ട്രീഷ്യനും, തടിയെട്ടുകാരും എല്ലാമായി അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ വികാരിയാകുന്ന ഫാദർ സക്കറിയാസ്. അദ്ദേഹത്തിന് അച്ഛനവിടെ ഒരേ ഒരു സമ്മാനമാകട്ടെ സന്ദർശനം വിളിക്കുകയായിരിക്കും. ഈ ഇടവേളയായിട്ടുള്ള സമ്മാന ദിവസം ലഭിച്ച ജോൺസൺ മോട്ടോയ് എന്ന വിദ്യാർത്ഥിക്ക് പരിശുദ്ധ ബാബാജിനെ വിളിച്ചുകൊണ്ട് ക്യാഷ് അവാർഡ് ഇടവേളയായിട്ട് നൽകുക. അതുപോലെ ഈ വാക്യത്തിന്റെ തുടർച്ചയായി 3 വർഷമായി സമ്മാനം ലഭിച്ച റിനു സൂസൻ റോയ് എന്ന വിദ്യാർത്ഥി ഈ പണികളിൽ വേണ്ട സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ദേവദാസ്, മണികണ്ഠൻ എന്നിവരെ ഇവിടെ കടന്നു വന്ന് പരിശുദ്ധ ബാബാജിൽ നിന്നും പാരിതോഷികം വാങ്ങുവാനായിട്ട് നിർദ്ദേശിച്ചു. ദേവദാസ്, മണികണ്ഠൻ, അതുപോലെ ഈ അവസരത്തിൽ നമ്മുടെ അഭിമുഖ ഈ തനിപ്പണി നടത്തിയ അശോകന് സഭാ സെക്രട്ടറി
വിശുദ്ധമായിരിക്കുന്ന ചുമതലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. എങ്ങനെ തുടങ്ങണം, എന്ത് പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണ ഇപ്പോൾ മനസ്സിൽ കൊണ്ടുവന്നിട്ടില്ല. അത്യധികമായ ആനന്ദവും സന്തോഷവും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. 2000 ഓഗസ്റ്റ് മാസം 6-ാം തീയതി കോട്ടയം മുദ്രാസന ഇടവകയുടെ ഈ ദേവാലയത്തിന്റെ പുതിയ ദേവാലയത്തിന്റെ ശില സ്ഥാപിച്ചു. ആ സ്ഥാപനം തന്നെ ഒരു അത്ഭുതമായിരുന്നു. ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ ആത്മീയ പെരുന്നാൾ ദിവസം ദേവാലയത്തിന് കല്ലിടണമെന്നാണ് പൊതുയോഗം തീരുമാനിച്ചത്. അതനുസരിച്ച് ഇടവകമാരെ ക്ഷണിക്കുകയും എല്ലാം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ച മുമ്പ് തിരുവേണി എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഓഗസ്റ്റ് മാസം ഞാൻ 15-ാം തീയതി നാട്ടിലുണ്ടാവുകയില്ല, അമേരിക്കയ്ക്ക് പോകാനായിട്ടുള്ള ക്രമീകരണങ്ങളായി. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 15-ാം തീയതി പള്ളിയിൽ വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വരുന്നതിന് ആഗ്രഹിക്കുന്നു. അന്ന് പള്ളിയിടുന്നതിന് ക്രമീകരണം ചെയ്യാമോ എന്ന് ചോദിച്ചു. പിന്നീട് ഒരു പൊതുയോഗം കൂടി ആലോചിക്കുന്നതിന് സമയമില്ലായിരുന്നു. എങ്കിലും ഇടവക ജനങ്ങളെ തിരുമനസിന്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ തിരുമേനിയുടെ ആഗ്രഹം അതാണെങ്കിൽ തീർച്ചയായും നമുക്ക് അന്ന് തന്നെ മതി എന്ന് ഇടവകയിലെ ആളുകൾ എല്ലാവരും അത് ആഗ്രഹിക്കുകയും അത് ധരിക്കുകയും ചെയ്തു. പക്ഷേ കല്ലിടാൻ വന്ന ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും ഇടവകയുമായുള്ള അതിന്റെ ബന്ധത്തെ കുറിച്ച് ആഴമായി മനസ്സിലാക്കുക. അത് താപോത്തിനുമായിരുന്നു. മലരൂപപ്പെരുന്നാളിന്റെ ദിവസമായിരുന്നു. പരിശുദ്ധനായ കാപ്പാടത്തിലേക്ക് ഈ ദേവാലയ ഉദാസനത്തിലേക്ക് ഉദാസിക്ക് ശേഷമായി പ്രഖ്യാപിച്ചു, ഇത് മലങ്കരയുടെ താപവും അറിയപ്പെടുമെന്ന്. ഞാൻ പറഞ്ഞത് അവിചാരിതമായിട്ടാണെങ്കിലും ഈ ദേവാലയത്തിന്റെ കല്ലിട്ട ദിവസവും താപവും ദിനമായിരുന്നു. ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ആരംഭിച്ചു അത്ഭുതങ്ങളുടെ കലവറ. ഓരോ സംഭവങ്ങൾ നോക്കുമ്പോഴും അതിന്റെ പിന്നിൽ നാം അറിയാതെ തന്നെ ദൈവം നമ്മെ പ്രവർത്തിപ്പിക്കുന്ന ഒരു അനുഭവം അത്യധികമായിട്ട് ഈ ഇടവക ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുള്ള ഒരു സത്യമാണ്. ഈ ഇടവകയുടെ നിർമ്മാണത്തെ കുറിച്ച് ആലോചിക്കുവാൻ കൂടിയ പൊതുയോഗത്തിൽ ഉടനെ ഒരു ആലയം പണിയണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. 5-6 വർഷങ്ങൾ കൊണ്ട് കുറെ പണം സ്വരൂപിച്ചിട്ട് ഒരു ആലയം പണിയുന്നത് ക്രമീകരണം ചെയ്യാനുള്ള ആഗ്രഹമായിരുന്നു ആദ്യം രൂപം കൊണ്ടത്. പക്ഷേ ദൈവം ആഗ്രഹിച്ചത് അതല്ല എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാണല്ലോ. ദൈവം ആഗ്രഹിച്ച പ്രകാരം പ്രവർത്തിക്കുന്നതിനുള്ള വിധേയത്വം ഇടവചനങ്ങളുണ്ടായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പരിവർത്തിച്ചതിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ആയതുകൊണ്ട് ആ ദൈവിക കൃപയുടെ കരുതലിന് മുന്നിൽ ശിരസ്സുകളെ നമിക്കുകയല്ലാതെ മറ്റൊന്നും ഈ സമയത്ത് മനസ്സിൽ പെടുത്തുന്നില്ല. പിന്നീടുള്ള ഓരോ കാര്യങ്ങളിലും ഇടവക ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, ആ വാക്കൊരിക്കൽ കൂടി അടിവരയിട്ട് പറയണം, വളരെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമില്ല എനിക്ക് പറയാനായിട്ട് കഴിയും. ഞാൻ ഇന്നലെ കുഞ്ഞാനൊക്കെ ചിന്തിക്കുകയായിരുന്നു, ഇനി എല്ലാവരും ഒരുമിച്ച് കാണണമെങ്കിൽ ഒരാഴ്ച കാത്തിരിക്കണമെന്ന്. മറ്റേതെല്ലാ ദിവസവും 3 മണിയോ 4 മണിയോ ഉച്ചയോ മുതൽ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ പ്രതീതിയാണ്. ദേവാലയത്തിന്റെ പണികൾ വന്ന് സഹകരിക്കുക, അതിൽ പങ്കാളികളാകുമെന്ന് പറയുന്നത് ഇടവക ജനങ്ങളുടെ ഒരു കാര്യമായി മാറിയിരുന്നു. ഇതിന്റെ മിക്കവാറും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പണികളും ഇടവക ജനങ്ങൾ തന്നെ ചെയ്തതാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആയതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിന് വേണ്ടി പറയുകയാണ്. ഒരു സംഭവം കൂടെ ഈ ദേവാലയ നിർമ്മാണത്തിൽ എന്റെ മനസ്സിൽ എന്നും തലനിൽക്കുന്ന ഒരു സംഭവം കൂടെ വിവരിച്ചിട്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിച്ചു. ദശാംശം കൊടുത്തു, ദേവാലയ നിർമ്മാണത്തിന് കൊടുത്തു. അതുകൊണ്ട് ഒരു നഷ്ടവും ഒരു ഭവനത്തിനും സംഭവിച്ചിട്ടില്ല, നേട്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മനോഹരമായ ആലയം പണിയുവാൻ യഹോവയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അചഞ്ചലനായി നിർവഹിക്കുകയായ യെരമ്യാ പ്രവാചകന്റെ വാക്കുകൾ ശിരസാവഹിച്ച ഇടവകയിലെ ആളുകൾ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സാമ്പത്തികം കൊണ്ട് സഹായിച്ചപ്പോ 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ച ദേവാലയം 2.5 വർഷം പൂർത്തിയാവുന്ന ഇന്ന് ദൈവസന്നിധിയിൽ പ്രദർശിക്കുവാനായിട്ട് കഴിഞ്ഞു. ഈ
സേവകർക്ക് ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ സെക്രട്ടറിയായ ജോസ് ജോയിൻസ് കൺവീനറായ ഡോക്ടർ പി എം മർക്കോസ് ഇപ്പോൾ പൊന്നാട് അണിയുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സെക്രട്ടറി ജോസ് പൊന്നാട് അണിയിക്കുന്ന റോയി ജോസ് പബ്ലിസിറ്റി കൺവീനർ വിവിധ ഇടവകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളതായ സ്നേഹത്തികളായ പിതാക്കന്മാരെയും സഹോദരന്റെയുമാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കേ അറ്റം മുണ്ടക്കേ അടുത്ത തുറ്റവയിൽ നിന്ന് എത്തിയിട്ടുള്ള ധാരാളം പേര് ലഭിക്കുന്നു. അതുപോലെ തന്നെ പത്തുമണി കാലം ഞാൻ മുമ്പ് വികാരിയായിരുന്ന പള്ളിയുടെ ഞാൻ വികാരിയായിരുന്നു. മുമ്പ് വികാരിയായിരുന്ന പള്ളിയിൽ നോക്കി അതിനേക്കാൾ ഉപരി സമീപ ഇടവകളിൽ നിന്നെല്ലാം ഈ അയൽപക്കത്തിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. ഇതിനെ ഇന്നുമായി ഇത് അവരുടെ ദേവാലയത്തിന്റെ പ്രകാശിയാണെന്നുള്ള ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലും ആത്മാർത്ഥതയിലും ഇവിടെ എത്തിച്ചേർന്നത് ധന്യമാക്കിയ എല്ലാവരോടും എന്നതിനേക്കാൾ ഉപരി ഈ ഇടവകയിലെ എല്ലാവരോടും സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും എനിക്ക് പറയാതിരിക്കേണ്ടത്. കാരണം ഏത് സമയത്ത് പറഞ്ഞാലും ഓടിയെത്തുന്ന എന്റെ സഹോദരങ്ങൾ അവരാണ് എല്ലാവരും മക്കളായിട്ടുള്ളത്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം സ്വാഗതം നൽകിക്കൊണ്ട് എന്റെ പ്രത്യേകത നിർമ്മിക്കുകയാണ്. എല്ലാവർക്കും ഇതിനെ ധന്യമാക്കി തീർത്ത ഉപേക്ഷിച്ചിലെ ആളുകൾ അതുപോലെ തന്നെ ക്ഷണം സ്വീകരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രത്യേകത്തിൽ നിന്ന് അറിയിക്കുന്നു. ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലിത്തന്ന താമര ഓർക്കണമെന്ന് നാം പാടാറുണ്ട്. ഇന്ന് ഈ പുതിയ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെപ്പോലെ സന്തോഷിക്കുന്ന അനേക പിതാക്കന്മാരുടെ കല്ലറകളിൽ ഉറങ്ങുന്നുണ്ട്. നമ്മുടെ പ്രഥമ ദേവാലയത്തിന് വേണ്ടി അധ്വാനിച്ച എല്ലാവരെയും അനുസ്മരിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ദേവാലയം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ദാനമായി നൽകിയത് ഒറ്റത്തൈക്കൽ മറിയമ്മാണി എന്ന മഹതിയാണ്. ഞങ്ങളെല്ലാവർക്കും കൊച്ചുമായി നിർവഹിക്കുന്ന ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ്സായിരുന്ന ആ മഹിത പള്ളിയുടെ മുറിയും ഇരിക്കുന്ന സ്ഥലം സംഭാവനയായി തന്നിട്ടുള്ളത് കരിമാങ്കൽ വർഗീസ് മത്തായി അവർകളാണ്. ഈ ദേവാലയത്തിന്റെ ആദ്യത്തെ വികാരിയായിരുന്ന പി ജി യാക്കോബ് കർദിനാൾ നിത്യസ്മരണാർഹനാണ്. ഈ ദേവാലയത്തിന്റെ ആദ്യത്തെ ട്രസ്റ്റി പുന്നൻ ഒന്നുതൈക്കൽ, ആദ്യത്തെ സെക്രട്ടറി ചാണ്ടികുര്യൻ ശാലകളിൽ എന്നിവരെ കൂടാതെ ട്രസ്റ്റിമാരായും സെക്രട്ടറിമാരായും സേവനം അനുഷ്ഠിച്ച് കടന്നുപോയവരെ ഞാൻ അനുസ്മരിക്കുന്നു. കൈക്കാരന്മാരായി കടന്നുപോയ ചാക്കോ മീഞ്ചറി, ചെറിയാൻമാണി ഇഞ്ചിപ്പറമ്പിൽ, ഉന്നൂസ് പോത്തൻ വടക്കേരിൽ, വർഗീസ് ഈശോ കരിമാങ്കൽ, സി പി തോമസ് ഒറ്റത്തൈക്കൽ, എം എ കുര്യൻ മറ്റത്തിൽ, സി പി മാത്യു ഒറ്റത്തൈക്കൽ, എം എം എബ്രഹാം താമരശ്ശേരി, കെ കെ വർഗീസ് കരിമാങ്കൽ, എം സി മാത്തൻ മീഞ്ചറി സെക്രട്ടറിമാരായി സേവനമനുഷ്ഠിച്ച് കടന്നുപോയവർ പുന്നൻ തോമസ് ഒറ്റത്തൈക്കൽ, മാണി അൻപിയോർ പുതിയെടുത്ത്, ടി എ ടോമി പാചക, ടി കെ വർഗീസ് ടോപ്പിൽ ഇവരെ കൂടാതെ ഈ ദേവാലയത്തിന് വേണ്ടി അധ്യക്ഷാനം ചെയ്ത അനേകരുണ്ട്. അവരെല്ലാം ഇന്നലെ നടന്ന കുർബാനയിൽ നാം അനുസരിച്ചിട്ടുണ്ട്. സമയം പുതിയ ദേവാലയം ആ സമയം ദൈവീയ ശക്തി പ്രവർത്തികളുണ്ടായിരുന്നു. വിശുദ്ധ ദേവാലയത്തെ വലിയ ശക്തികളെ പ്രവർത്തിക്കുന്നു. പാലയാളുകളിൽ മനുഷ്യ അതി കാത്തുരക്ഷിക്കുന്നു. ഈ മനോഹരമായ ദേവാലയം ഇത്രയും ഭംഗിയായി വരുവാൻ വളരെ സഹായിക്ക ഇതൊക്കെ എത്തിച്ചേർന്നുണ്ട്. മലങ്കര സഭയുടെ ധർമാധ്യക്ഷനും മലങ്കര മുദ്രാമുദ്രയായ മോഹൻ അഭിനന്ദന്മാരെ ബഹുമാനപ്പെട്ട വൈദ്യുതി സ്നേഹനിലയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ, ആചാര ഡാബോ സഞ്ചേരി സഭയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് നിങ്ങളുടെ അനുവാദം
ഞാൻ സംരക്ഷിച്ചു യഹോവ വീഴ്മതിയായിരുന്നാണ് പണിയുന്നവർ വൃദ്ധാത്മായിരിക്കുന്നു. യഹോവ പട്ടണം കാട്ടാതിരുന്നാണ് കാവൽക്കാരൻ വൃദ്ധായിരിക്കുന്നു. യഹോവ തന്നെ പണിത ആലയമാണ് ഇന്ന് ഇവിടെ പരിശുദ്ധ പിതാവിന്റെ കരങ്ങളായ ഈ ഭാഷയിൽ ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആലോചനകളിൽ ഇന്ന് കൂടാശമായ കാര്യങ്ങൾ ദൈവം നേരിട്ട് നടത്തിയ ഒരു അത്ഭുത പ്രവൃത്തിയായി ഇടവക ജനങ്ങൾ ഒന്നിനൊന്നും കാണുന്നുവെന്ന് സാക്ഷ്യം ഇവിടെ പ്രസ്താവിച്ചു. നിർമ്മിച്ചിട്ട് പാമ്പാഴത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധ ദീപകീസിന്റെ ഗ്രാമത്തിലുള്ള പഴയ ദേവാലയത്തിൽ ഫ്ലോറൻസിൽ സ്ഥാപിച്ചിരുന്ന വെള്ളിച്ചെത്തും അതിനുള്ള സ്വർണ്ണപീസും പണി തുടങ്ങി 2.5 വർഷങ്ങൾക്ക് ശേഷം കൂടാശയ്ക്ക് മുമ്പ് പരിസരം വൃത്തിയാക്കുമ്പോൾ യാദൃശ്യമായി ലഭിച്ചു. ഈ പള്ളി നിർമ്മാണം ചിക്കാൻ ലഭിച്ചു. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വന്തം ശരീരങ്ങൾക്കും അച്ഛനും അത്യധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട വികാരിക്കും KM സക്കറിയ കോളേജിലെ അച്ഛൻ്റെ സേവനം ഈ പള്ളിയുടെ ചരിത്രത്തിൽ അങ്കലിപ്പിലും കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളുടെ ആത്മീയ സ്രോതസ്സായി വർദ്ധിച്ച പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയോടും ഇടവക മെത്രാപ്പൊലീത്ത ഇവാനിയോസ് തിരുമേനിയോടും മറ്റു മെത്രാപ്പൊലീത്തന്മാരോടും വൈദികരോടും ഉള്ള നന്ദി 1999 എല്ലായിടത്തും ഇപ്പോൾ വരെയുള്ള ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദികൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സ്ഥിതികരിക്കുന്നുണ്ട്. വിശുദ്ധ ദൈവമാതാവിനെയും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മുഖ്യമാസനായിരിക്കും പോസ്റ്ററുകളായ മുഖ്യമന്ത്രിയും വ്യത്യസ്തതയും പ്രാർത്ഥിക്കുന്നത് ഈ ഒരു സമിതിയെ സമർപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ കമ്മിറ്റി അതുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട വികാരിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തമിഴ്നാട് ആലോചിക്കുന്നതിന് മുമ്പ് ഈ ഇടവകയിലെ മുഴുവൻ ആളുകൾ കുഞ്ഞു കുട്ടിയാവാറുണ്ട്. ഒരാഴ്ച മുമ്പ് കുർബാന കഴിക്കുന്നതാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ ഇടവകയിലെ സഭയിലെ ആളുകൾ വിശുദ്ധ കുർബാന ചോദിച്ചു. ശുദ്ധിയോട് ഹൃദയത്തോടുകൂടി ഞങ്ങൾ വന്നിരിക്കുന്നു. മാതാവിൻ്റെ കാര്യങ്ങളിൽ ആരംഭമുള്ള കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് ഭാഷ താപപ്പെട്ടി ഇന്ന് വരെ വളർന്നു കഴിയും. നിങ്ങളത് പറഞ്ഞിട്ട് അച്ഛനെ ദയവായി തിരിച്ച് എങ്ങോട്ട് മാറ്റി ജനങ്ങളെ നോക്കി ഉണ്ണിയേശുവിന്റെ നാളത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ പാറ്റത
കെട്ടിപ്പിടിച്ചതെന്ന് മാത്രമാണ് ഈ പള്ളി കൊണ്ടത്. ഞങ്ങളുടെ ആരുടെയും കഴിയും പള്ളിപണി ആരംഭിക്കുന്ന സമയത്ത് അപേക്ഷ ഒരു രൂപ ഓരോട് തന്നെ കടയിലായി. എവിടുന്നുണ്ടായി അറിയാൻ പുറത്തെങ്ങും പോയി പൈസ പിടിച്ചു. ഓരോ പറയുകയാണ് പള്ളിക്ക് കൊടുത്തു മോനെ കൊടുക്കുന്ന പള്ളിയാണല്ലോ. ആരാ ഇത് പണത്? ആരാ കലാശാലി? അറിയേ ഞങ്ങൾ കലാശാലി അഞ്ചേരിക്കാരൻ കോട്ടക്കാരടക്കമുള്ള കൂടത്തുന്നിലെ സക്രിയാന്ന് പറയാൻ കലാശാലി. അപ്പൊ ആരാ ഇത് മലയാശാലി? മലയാശാലി അറിയില്ല. മലയാശാലി കൂടത്തിന്റെ കെ സക്രിയ അച്ഛൻ. അതാണ് പ്ലാൻ ഡിസൈനൊക്കെ ആലുവ അച്ഛൻ പണം കൊടുത്തുണ്ടാക്കി. അതിനെ വിചാരിച്ച് ദൈവം വരാനെ ഞങ്ങൾ നടന്നു. ബഹുമാനപ്പെട്ട അച്ഛനെന്ന വിശുദ്ധ ഭവാനുകൊണ്ട് സമ്മാനം ഒരു വായിക്കാൻ കരുതി. ഞാൻ കരുതി അച്ഛന് വേദത്തിന്റെ ആത്മാവി ആദരിക്കുമോ എന്ന് സംശയിച്ചു. ഈ പള്ളി ആദ്യത്തെ ഞാൻ കാര്യശാല കുത്തമ്പുരയ്ക്ക് PG യാദവനാണ് നമ്മുടെ ഭയങ്കര സാധനപ്പെടുന്ന ഇവിടെ വഴിയാറ്റില്ല. കാളവണ്ടിയിലെ തടിക്ക് വേണ്ടി വഴി പകുതിക്ക് വന്നത് കാളം നിന്ന് പുറകോട്ട് പടയിലേക്ക് പോയി. മകം മറിഞ്ഞ് അച്ഛനും കൊണ്ട് വന്നിട്ട് കാളെ കെട്ടി തട്ടി കാളെ അടിച്ചു നോക്കാൻ പറ്റും. കവിയിലെ കുഞ്ഞപ്പന്റെ കാളമില്ലേ മുകളിൽ കാളെ തട്ടി മാറ്റി ലോകത്തോട് അച്ഛനെ കാണിച്ചു കൊടുത്തു. വടക്കയിലെ തോമാച്ചനെ വിളിച്ചു. നമ്മുടെ ധോണിയുടെയും തമ്പിയുടെയൊക്കെ ഇതാ തോമാച്ച അത്ര പിടിക്കാൻ പറഞ്ഞു. രണ്ട് കാള, ഒന്ന് വിചാരിച്ച് മറ്റേത് വടക്കയുടെ തോമാച്ച. അപ്പൊ പാറ മുട്ടിക്കാൻ, മണ്ണ് മാറ്റാൻ, വെള്ളം കോരാൻ കഷ്ടപ്പെടാൻ ആ ആത്മാവോ കാര്യശാലത്തിന്റെ ആത്മാവോ ഏതെങ്കിലും കൂടത്തിന്റെ അച്ഛൻ്റെ ഒരു ആവശ്യത്തെ മറ്റു ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനിയുമായ ഭോജനം എല്ലാവരെയും ഇവിടെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അച്ഛനൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗ്യവാനെ കാണാൻ ഭാഗ്യവതിയോ സ്ഥലത്തില്ലായെങ്കിൽ സമ്മാനം തിരിച്ച് അച്ഛനെടുക്കുന്നതാണെന്നുള്ളത്. അന്ന് അച്ഛനാ സമ്മാനം കിട്ടാതിരിക്കാൻ എല്ലാവരും കൂടെ ഇരുന്ന് പോയി അച്ഛൻ്റെ കയ്യിൽ കയറട്ടെ. ഞാൻ അവിടെ പോകും. ഇത് കണ്ടതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. 27 പരിപാടികൾ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ 7 എണ്ണമേ നടന്നുള്ളൂ. ഇനി 20 പരിപാടികൾ നടക്കാറുള്ളൂ. അതിൽ 8 പരിപാടികൾ നമ്മൾ ഏറ്റവും ചുരുക്കേണ്ടത് ഔചിത്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ആചരപ്പള്ളിയിലെ പണ്ടൊരു അച്ഛനവധി എടുത്തപ്പോൾ ആ ഒരു ലീവ് വേക്കൻസിയിൽ ഒരു 6 മാസങ്ങളോളം ഞാൻ കുർബാന ഓർമ്മ. വാചകക്കാർ പറയുന്നത് ഞാൻ വികാരിയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വികാരവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വിശുദ്ധ നാമവിദ്യാഭാവത്തിന് അധ്യക്ഷനായിരിക്കുന്നുണ്ട്. തിരുമേനി നേരത്തെ പോയതുകൊണ്ട് ആ ലീവ് വേക്കൻസി എനിക്ക് വിളിക്കാൻ ഒത്തുകൊണ്ടുള്ളത് ഒരു അനുഗ്രഹമാണ്. പള്ളി കൊടുത്തിട്ടുണ്ട്. മനോഹരമായ പള്ളി, അസൂയാത്മകമായ രീതിയിലുള്ള മനോഹാരിറ്റി, അതോടൊപ്പം അതിൻ്റെ പ്രവർത്തനത്തിലുള്ള ആ ശ്രേഷ്ഠതയും വളരെ വ്യക്തമാക്കുന്ന ഒരു ദേവാലയമാണ്. ഇവിടെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാണുന്നത് എനിക്കുണ്ടായിരുന്നെങ്കിൽ സാധിക്കില്ല. ഇന്നലെ കൂടി അച്ഛൻ പൂർണ്ണയുടെ കൊടുത്തേക്കാം.
മാണി തുറന്നതൊക്കെ ഇഷ്ടംപോലെ തുറന്നിട്ടുണ്ടെന്ന് ഞാൻ കാര്യം അതിവിടെയല്ല അച്ഛൻ സെമിനാരിൽ തുറക്കുന്നുണ്ട്. അച്ഛനെ ഇവിടെ ഏത് ജോലിക്കാറ്റായാലും അവിടേക്ക് അച്ഛൻ്റെ സ്ഥാനം നോക്കാനല്ല ആവശ്യം നോക്കി ജോലി ചെയ്യുന്ന കഴിവുള്ളാണുള്ളത്. അതുകൊണ്ട് അച്ഛൻ ആ തരത്തിൽ ഈ ദേവാലയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ ശരീരവും ആത്മാവും മനസ്സുമെല്ലാം മാപ്പിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരു മാസം ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മുതിരുന്നില്ല. പാർശ്വിക ഇടവക എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മനോഹരമായ ദേവാലയം പൂർത്തീകരിച്ച് അതിൽ പ്രതിഷ്ഠ നടത്തി ഇന്ന് ആരാധന അർപ്പിച്ചിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഒരു ആത്മനിർവൃതി അനുഭവിക്കുന്ന ഒരു വേളയാണ്. ഓരോരുത്തരും അവരുടേതായ പങ്കാളിത്തം ഇവിടേക്ക് നൽകിക്കൊണ്ട് മനോഹരം അതിമനോഹരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിലൊരു ദേവാലയം പടുത്തുയർത്തിയിരിക്കുകയാണ്. ദേവാലയത്തെ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് ദേവാലയം പടുത്തുയർത്തിയിരിക്കുന്നത്? അവിടെ വന്ന് ദൈവത്തോട് സംസാരിക്കുവാനുള്ള അവസരമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെയുണ്ട്. അതുകൊണ്ട് ദേവാലയം നിങ്ങൾ പണിത് കഴിഞ്ഞ് നിങ്ങളുടെ ചുമതല അവസാനിക്കുന്നില്ല. തമ്പി തോമസ് വടകര കമ്പനിയിലുള്ള താക്കോൽ അഭിമുഖീകരിക്കുകയും രണ്ടാമതായിട്ട് സണ്ണി എം പി പോത്തൻ വടകരയിൽ അഭിമുഖ സേവനയുടെ കൈകളിലേക്ക് സണ്ണിയുടെ ഭവനത്തിന്റെ താക്കോൽ കൊടുക്കുന്നതാണ്. നമുക്ക് എന്നും നമ്മുടെ പഴയ പള്ളിയുടെ ഓർമ്മ നിലനിർത്തുന്ന വാഹന ജനങ്ങളും എല്ലാം സണ്ണിയുടെ ഭവനത്തിലുണ്ട്. എന്നും ആരാധന കുര്യൻ ബാബു മറ്റത്തിൽ അഭിമുഖ തിരുവനന്തപുരത്തെ ഏൽപ്പിക്കുന്ന നാലാമത് കുഞ്ഞുമോൻ കുന്നപ്പള്ളി എന്ന ഈ ദേവാലയ നിർമ്മിതിയോടൊപ്പം ഈ ഭവനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഏതാനും വ്യക്തികൾ അന്ന് സഹായത്തോടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഈ പള്ളിയുമായി എനിക്ക് വ്യക്തിപരമായ ചില ബന്ധങ്ങളുണ്ട്. 21 വയസ്സുള്ളപ്പോൾ വലിയ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒരു TVS ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരാഴ്ചക്കാലത്ത് താമസിച്ചു. ചെറുപ്പകാലത്തെ ആ അനുഭവം എൻ്റെ ഹൃദയത്തിൽ ഇന്നും വളരെ സജീവമായി നിൽക്കുന്നു. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഈ പള്ളിയുടെ പള്ളിയും അവിടുത്തെ പള്ളികളിലും ഒരേ സമയം വ്യാപിക്കാൻ കഴിയുന്നു. പക്ഷേ അത് രണ്ടും വിശ്വസ്തമായിട്ട് നിറവേറ്റി. അതുകൊണ്ട് വ്യക്തിപരമായ നിലയിലും വൈദിക സെമിനാരിയുടെ പേരിലും ബഹുമാനപ്പെട്ട ദൈവസംക്രിയാനോട് ഞങ്ങൾക്കുള്ള പ്രത്യേകമായ സ്നേഹവും പ്രശംസയും ഈ അവസരത്തിൽ അറിയുകയാണ്. അതുപോലെ തന്നെ Thank you.
നാഗോറിൻ്റെ പരിപാലനയും മാതാവിൻ്റെ പരിശുദ്ധിയും ഉളങ്കെട്ടി നിൽക്കുന്ന ഈ മനോഹരമായ ദേവാലയത്തിൽ വരുവാൻ കഴിഞ്ഞത് ഒരു അനുഭവമായി കഴിഞ്ഞു. ഒരുപാട് ഓർമ്മകൾ ഈ ദേവാലയത്തെക്കുറിച്ച് എനിക്കില്ലെങ്കിലും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ എൻ്റെ ജീവിതത്തിലെ സ്വാധീനിച്ചിരുന്നു. ഇവിടെ മുമ്പ് സൂചിച്ച തോമസരാജനെ മാനേജിംഗ് കമ്മിറ്റിയിലെ 2 വർഷം മുമ്പ് ഇന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയും അന്ന് രാജ്യത്തിലേക്ക് നടന്ന നിർദ്ദേശങ്ങൾ വളരെ അനുഭവത്തോടുകൂടി ഉൾക്കൊള്ളുകയും ചെയ്ത ആളാണ്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ തീരുമാനമെടുക്കുവാൻ കഴിവുണ്ടായ ഒരു കാലഘട്ടത്തിലെ നേതാവായി നിങ്ങളുടെ തോമസരാജൻ. അതൊക്കെ ഈ അനുഭവങ്ങളിലൂടെ ഞാൻ ആ അനുഭവത്തിലൂടെ ഉണ്ടാകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. സഭയുടെ എല്ലാ ആളുകളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. ഈ ഇടവകയിലെ അച്ഛനെയും മറ്റെല്ലാ വൈദ്യരെയും ഞാൻ എൻ്റെ അനുഭവം പറയുന്നു. പാറയിലെ അച്ഛനെയും എന്നൊക്കെ ഇനി പുതിയ കോളേജിൽ മറ്റൊരു ഗ്രൂപ്പിൽ സഹായിക്കട്ടെ. ഈ ഗ്രൂപ്പിലേക്ക് ഈ പള്ളിപ്പണിക്ക് അർപ്പിച്ചതരെയോ അല്ലെങ്കിൽ പുതിയൊരു കർമ്മസമിതിയോ ആ വട്ട ഗ്രൂപ്പിലൂടെ ആഘോഷിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കുവാൻ ദൈവം നിർവഹിക്കുന്ന മാത്രം പ്രാർത്ഥിക്കുക. സഹപ്രവർത്തകനായ ബഹുമാനപ്പെട്ട സഖറിയാച്ചൻ ഇവിടേക്ക് ക്ഷണിച്ചപ്പോൾ ഇവിടെ നിന്ന് വരണം എന്നുള്ളതായ താല്പര്യം ഉണ്ടായി. അതിന് പ്രകാരം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രസംഗിക്കുവാൻ, ആശംസ അർപ്പിക്കുവാൻ ഒരവസരം എനിക്ക് ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ മനസ്സിൽ കുറെ വർഷങ്ങളായി താലോലിച്ച് കൊണ്ടിരുന്ന ഒരു സ്വപ്നം ഓരോ ദിവസവും പ്രാർത്ഥനയിൽ കൂടി അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് അത് ഒരു വൃക്ഷമോ ഒരു സൗധമോ ആക്കിത്തീർക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഈ അപകടങ്ങളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണവും ഇതിനെ ഇപ്രകാരം ഏറ്റവും മനോഹരമായി തീർത്തിരിക്കുന്നു. പറയാറുണ്ട് ഇംഗ്ലീഷിൽ, ഗുഡ് ലീഡർഷിപ്പ് ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ പീപ്പിൾ. മനുഷ്യരിലുള്ള ഏറ്റവും നല്ലതിനെ, നല്ല നേതൃത്വം കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഐക്യമുള്ള കയ്യിലേക്ക് നമ്മുടെ സ്മരണിക നൽകുക. ഇപ്പോൾ പ്രകാശനം ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്യുമെന്നേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഇന്നത്തെ ചടങ്ങുകളുടെ കടകളും റിപ്പോർട്ടുകളും കൂടി ചേർത്ത് താമസിയാതെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ്. അതുകൊണ്ട് ആരും തന്നെ ഇതിന് ശേഷം സൂര്യൻ ചോദിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. കാലത്തിനുള്ളിൽ ഏതാണ്ട് 40 ലക്ഷം രൂപ മുടക്കി ഇത്രയും മനോഹരമായ ദേവാലയം ഇവിടെ സ്ഥാപിച്ചതിന് പിന്നിൽ പ്രാസംഗികർ പ്രവർത്തിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹമാണ്. സഖറിയ പ്രവർത്തനത്തിൽ പറയുന്നതുപോലെ സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് സൈനിക ദൈവമായ വളരെ ചെയ്യുന്നു. സഖറിയ സിസ്റ്റം പറഞ്ഞു, ഞാൻ തൊട്ടടുത്ത അയൽപ്പള്ളി വികാരി. നിങ്ങൾക്കറിയാമല്ലോ, അയൽവാസികൾ തമ്മിൽ 2 വിധത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ളവരാണ്. ഉപദ്രവിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ചില അയൽവാസികൾ നിങ്ങൾ ലോകത്തിലൂടെയും കണ്ടിട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഞാൻ പഠിച്ചതിലേക്ക് കടന്നു വരുമ്പോഴേ എൻ്റെ അറിവിൽ പാച്ചപ്പള്ളി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ കേരളത്തിൽ മുതൽ വടക്കേക്കൻ കണ്ണൂർ വരെ ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് എൻ്റെ അറിവിൽ ഞങ്ങളുടെ കാലത്തിൽ ഒരു പാച്ചപ്പള്ളിയുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ പാച്ചപ്പള്ളി ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വന്നപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് 2 പള്ളികളുടെ പാച്ചപ്പള്ളി എന്നാണ് പേരിൽ അറിയപ്പെടുന്നത്. താവപ്പള്ളി, പാച്ചപ്പള്ളി എന്നറിയപ്പെടുന്നു. കത്തോലിക്ക പള്ളി. സഖറിയ സിസ്റ്റം പറഞ്ഞതുപോലെ അയൽപ്പള്ളികൾ മാത്രമല്ല, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ സന്നിഹിതരാണെന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ ഉച്ച മിത്രങ്ങളെ പോലെ പെരുമാറുന്ന ഒരാൾ ആ ഇടവക
സഹകരിക്കുന്നതിൻ്റെ കാര്യം പറയാനും ആശംസ അർപ്പിക്കാനും മാത്രമാണ് ഞാൻ പ്രസംഗം പറയാൻ സമയമില്ല. ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ താവപ്പള്ളി ഇത്ര മനോഹരമായിട്ട് ഏതാണ്ട് 38 ലക്ഷം രൂപ കൊണ്ട് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് പണിയാൻ കഴിഞ്ഞു എന്നുള്ളത് നോട്ടീസിൽ ഞാൻ നോക്കിയപ്പോൾ 60 കൊല്ലമായി എന്ന് പറയാൻ ഞാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് നിങ്ങളെ സഭാ സെക്രട്ടറി സൂചിപ്പിച്ചത്. സൺഡേ സ്കൂളായി ആരംഭിച്ച പള്ളിയായി പുരോഗമിച്ച ഈ പള്ളി ഇത്ര പെട്ടെന്ന് ഇത്ര മനോഹരമായ ഒരു പള്ളിയായി തീർക്കുവാൻ ഇടവജനങ്ങൾ ഒത്തൊരുമിച്ച് സഹകരിച്ചു എന്നുള്ളത് എനിക്ക് അസൂയല്ല, സന്തോഷകരമാണ്. അത് ഞാൻ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ സഹകരണം ദശാംശം കൊടുത്തു എന്ന് അച്ഛൻ പറഞ്ഞ 3 വർഷവും ഇതുപോലെ ദശാംശം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്ന നല്ല ജനങ്ങൾ നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പള്ളി പണിയാനായിട്ട് ആർക്കും പ്രയാസം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളുണ്ടായിരുന്നു. വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരരെ, കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രം അടുപ്പമുണ്ടായ ദേവാലയത്തോട് അടുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ പള്ളിയുടെ 50ാമത്തെ വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടി ആഘോഷിച്ച് ക്ഷണിക്കുവാൻ ഈ പള്ളിക്കാരെ ക്ഷണിക്കുവാൻ വേണ്ടി ഞങ്ങൾ എത്തിയപ്പോഴാണ് ആദ്യമായി ദേവാലയം കാണുന്നത്. ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും അതുപോലെ തന്നെ സ്വർഗീയ ദൂതന്മാരുടെയും സംഗമം നടത്തുന്നതായ അല്ലെങ്കിൽ ആ മഹാസമ്മേളനം നടത്തുന്നതായ ഒരു വിശുദ്ധ സ്ഥലമാണ് ദേവാലയം. അങ്ങനെയാണല്ലോ പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും അനുഭവിച്ചറിയാവുന്ന ഒരു സത്യമാണ് ആ സഭ പഠിപ്പിക്കുന്നതായ ആ വലിയൊരു കാര്യം. ഇവിടെ പള്ളി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ടൊരു വൈകാരികമായ ബന്ധം ഈ ഇടവകയോട് എനിക്കുണ്ട്. ദീർഘനാള് ഞാൻ ഈ പള്ളിയുടെ വികാരിയായിരുന്നു. ഈ പള്ളിയുടെ ആളുകളുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം അത് ഒരിക്കലും മറന്നു പോകാൻ സാധ്യമല്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനയിലെ അല്പസമയം ഇരുന്ന് പ്രാർത്ഥന നടത്തുന്ന കൂട്ടത്തിലെ ഈ ഇടവകയിൽ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. സ്ഥാപിതമായിരിക്കുന്ന ആ പേര് പാച്ചിറ താബോർ സെന്റ് മേരീസ് പള്ളി. താബോർ സെന്റ് മേരീസ് സ്ഥലത്തിന്റെ പേര് പാച്ചിറ എന്നാണ്. പാച്ചിറ എന്ന് പറയുന്ന അടുത്ത ദേവാലയം പാച്ചിറ പള്ളി ആണ്. പക്ഷെ ഇവിടെ ഈ പള്ളിക്ക് പ്രത്യേകമായ ഈ സംജ്ഞ ഉണ്ടാകാൻ കാരണം താബോർ എന്ന ആ പേരുണ്ടായ എന്തുകൊണ്ടാണ്? നമ്മുടെ സഭയിലെ പിതാക്കന്മാരിൽ ശ്രേഷ്ഠരായ പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്ന 2 പിതാക്കന്മാര് ചേർന്നാണ് ഈ പള്ളിക്ക് ഈ പേര് നൽകിയത്. പരിശുദ്ധനായ പാമ്പാടത്തിനെയും കൂടി ചേർന്ന് കൊടുത്ത ഒരു സംജ്ഞയാണ്, പേരാണ് ഈ പാചക താബോർ സെന്റ് മേരീസ് പള്ളി എന്ന്. പണിതുയർത്തിയ ദേവാലയം ബന്ധപ്പെട്ട് നോക്കിയാൽ ഏറ്റവും മനോഹരമായ ദേവാലയമാണ് നമ്മുടേതെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. 3 വർഷത്തെ അക്ഷീണ പ്രാർത്ഥന കൊണ്ട് വിശ്വാസം കൊണ്ടുള്ള പരിശ്രമം സമാപ്തി കുറിച്ച് ഈ ദേവാലയത്തിന്റെ ജന്മദിനാളിൽ സന്തോഷിക്കുന്ന നിങ്ങളോടൊപ്പം ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്ന എനിക്ക് ഹൃദയം സന്തോഷമാണുള്ളത്. ഈ ഇടവകളുടെ ഒരു സന്താനമായി നിലവാരത്തോളം ഈ ആലയത്തിൽ ആരാധന അർപ്പിക്കുവാൻ കൂടിയുള്ള ഒരു പദവിയും സ്ഥാനവും ഇതുമൂലം ലഭ്യമാകുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ അത് നന്ദിയോടെ മാത്രമേ അനുസരിക്കുവാനായിട്ട് കഴിയുള്ളൂ. തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയുടെ ഒരു അവസരമാണ്. ഈ താബൂറിലെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരായിരിക്കും?
ഒരു നിബന്ധന മാത്രമുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ആള്, ഇത് ലഭിക്കുന്ന ആള് ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കണം. പകരം ആരെയും തന്നുകൊടുക്കില്ല. നിങ്ങളെ ലഭിച്ചിരിക്കുന്ന പാഠപുസ്തകത്തിൽ അതിന്റെ നമ്പർ കാണും. നിങ്ങളുടെ ഭാഗ്യദാരന്മാരെ ഭാഗ്യദാരത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഭാഗ്യദാരത്തെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രഖ്യാപിക്കുകയാണ്. പേര് കേൾക്കുമ്പോ ആള് ദയവായിട്ട് എഴുന്നേറ്റ് മുൻപോട്ട് വന്ന് വൈദ്യുതി സെമിനാരിയിലെ പ്രിൻസിപ്പൽ ബഹുമാനായ കെ ജോർജ് അച്ഛനിൽ നിന്നും ഭാഗ്യരത്നം ഏറ്റുവാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കൂതാശ ഭാഗ്യരത്നത്തിന്റെ അവകാശി 1180 നമ്പർ ശോശാമ എബ്രഹാം, കാവാലച്ചേരി, ചുഴിയക്കാട്. ആളില്ല. ഭാഗ്യദാനം ആദ്യത്തേത് ഒരു സ്ത്രീക്കായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഒരു പുരുഷനാണ്. 979 നമ്പർ ബിജു കെ ജേക്കബ്. പണി പറ്റില്ല. അതെ, മൂന്നാമത്തേത് തീർച്ചയായിട്ടും അവകാശം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ചെറിയ ഇളംകുളം പനച്ചിക്കാട്, ചെറിയ ഇളംകുളം പനച്ചിക്കാട്. അടുത്തത് സിജോമോൻ വിജെ 1746 നമ്പർ സിജോമോൻ വിജെ തറക്കിലെ. ഉറപ്പാകുന്നു പള്ളിയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന വീട്. അതുപോലെ തന്നെ നമുക്ക് വരുമ്പോ ആദ്യം കാണുന്ന വീട് ഈ പള്ളിയുടെ പഴയ സാധന സാമഗ്രികൾ ഉപയോഗിച്ച് താമസം ഉറപ്പിച്ചതുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം എപ്പോഴും കേട്ടിട്ടുള്ള കട്ടളയും നെല്ലും ഉപയോഗിച്ച് കാണുന്ന വീട്. ആ വീട് എന്ന് പാത്രപ്പള്ളിയെ സ്മരണയായിട്ട് നിന്നും അതോടൊപ്പം ഇരിക്കുന്നു. ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും കാതോലിക്ക മംഗളഗാനം ആലപിക്കുമ്പോൾ